ഹായ് ഹലോ നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ പെറ്റീറ്റ് ബോഡി ടൈപ്പ് ഉള്ളവർക്ക്, അതായത് കുറച്ച് ഷോർട്ട് ഫ്രെയിമുള്ള ബോഡി ടൈപ്പിന് പറ്റിയ 1200 to 1300 കാലറി ഉൾപ്പെടുന്ന ഹൈ പ്രോട്ടീൻ 1 day ഡയറ്റ് പ്ലാനാണ് ഷെയർ ചെയ്യുന്നത്. ഈ വീഡിയോ നിങ്ങളിൽ പലരും റിക്വസ്റ്റ് ചെയ്ത ഒരു ടോപ്പിക് കൂടിയാണ്. ഞാൻ ബിനി. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റിന് മുമ്പായിട്ട് എംപ്റ്റി സ്റ്റൊമക്കിൽ ക്യൂമിൻ സീഡ്സ് വാട്ടർ കുടിക്കാം. ഡ്രിങ്കിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഓൾറെഡി മുമ്പത്തെ വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. ഡ്രിങ്കിന് ശേഷം 30 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിലോട്ട് കടക്കേണ്ടത്. ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് പ്ലേറ്റ് 2 ബോയിൽഡ് എഗ്സ് 140 കാലറി അടങ്ങിയിട്ടുള്ളത്, 1 ബേസിൻ ചീല 230 കാലറി, ഹാഫ് ആപ്പിൾ 40 കാലറി അടങ്ങിയിട്ടുള്ളത്, കൊറിയൻഡർ റൈത്ത 50 കാലറി, ടോട്ടൽ 350 to 400 കാലറി അടങ്ങിയിട്ടുള്ളതുമാണ്. പെറ്റീറ്റ് ഗ്രൂപ്പിന് പറ്റിയ കറക്റ്റ് മെഷർമെൻറ്റിലുള്ള ബേസിൻ ചീല റെസിപ്പി എങ്ങനെ തയ്യാറാക്കാമെന്ന് കണ്ടു നോക്കാം. അതിനായിട്ട് ഒരു ബൗളിലേക്ക് 3 ടേബിൾ സ്പൂൺ കടലമാവാണ് എടുത്തിട്ടുള്ളത്. കൂടെ തന്നെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചും കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള വെജിറ്റബിൾസ് ഒക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. എല്ലാം ഹാഫ് പോർഷനിൽ മാത്രം മതി. ഞാനിവിടെ എടുത്തിട്ടുള്ളത് കുറച്ച് ബീൻസ്, ഒനിയൻ, മല്ലിയില, ഇനി മസാലയ്ക്ക് ആവശ്യമായ കുറച്ച് കാശ്മീരി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനൊപ്പം 3 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ച് കട്ടകളൊന്നും ഇല്ലാതെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഡയറ്റ് സ്പെഷ്യൽ ഒരുപാട് ചീല റെസിപ്പീസ് നമ്മുടെ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാൻ താല്പര്യമുള്ളവർക്ക് പോയി നോക്കാവുന്നതാണ്. നന്നായി മിക്സ് ചെയ്ത ബാറ്റർ ഇനി ഒരു പാനിലേക്ക് ഇതേപോലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പെട്ടെന്ന് വെന്ത് കിട്ടാനായിട്ട് ഒരു 2 മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഒരു വശം വെന്ത് വന്നിട്ടുണ്ട്, മറുവശം കൂടെ തിരിച്ചിട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ ഡിപ്പായിട്ട് എടുത്തിട്ടുള്ളത് കൊറിയൻഡർ റൈത്തയാണ്. മുന്നത്തെ വീഡിയോയിൽ ഇതിൻ്റെ റെസിപ്പി എൻ്റെ ഒരു പ്രിയപ്പെട്ട സബ്സ്ക്രൈബർ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. ഇത് തയ്യാറാക്കാനായിട്ട് ഒരു മിക്സിയുടെ ജാറിലോ അല്ലെങ്കിൽ ഇടികല്ലിലോ ചെറിയ കൈപ്പിടി മല്ലിയിലയും 3/4 ടീസ്പൂൺ ചെറിയ ജീരകവും 2 അല്ലി വെളുത്തുള്ളിയും എരിവിനാവശ്യമായ 1 പച്ചമുളകും കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നന്നായി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇനി ഒരു ബൗളിലേക്ക് 3/4 കപ്പ് യോഗേർട്ടാണ് എടുത്തിട്ടുള്ളത്. യോഗേർട്ടിന് പകരമായിട്ട് നിങ്ങൾക്ക് പുളിയില്ലാത്ത തൈരും എടുക്കാവുന്നതാണ്. കൂടെ തന്നെ ആവശ്യത്തിന് ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം. ബ്ലെൻഡ് ചെയ്തെടുത്ത കൊറിയൻഡർ മിക്സ് കൂടെ ഇതേപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി രണ്ടും നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ലാസ്റ്റായി നമ്മുടെ റൈത്തയിലേക്ക് കുറച്ച് റോസ്റ്റഡ് ക്യൂമിൻ സീഡ്സ് പൗഡറും കുറച്ച് കാശ്മീരി മുളക് പൊടിയും കൂടെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് പെറ്റീറ്റ് ഗ്രൂപ്പിന് പെർഫെക്റ്റ്ലി സ്യൂട്ടബിളായ ബാലൻസ്ഡ് ആൻഡ് ഹൈ പ്രോട്ടീൻ ബ്രേക്ക്ഫാസ്റ്റ് കൂടിയാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഇനി ലഞ്ചിലേക്ക് വരുമ്പോൾ ഇന്നത്തെ നമ്മുടെ ലഞ്ച് പ്ലേറ്റ് ഹാഫ് കപ്പ് മട്ട റൈസ് പോർഷൻ കൺട്രോൾ ചെയ്തെടുത്തിട്ടുണ്ട്, 110 കാലറി അടങ്ങിയിട്ടുള്ളതും, കൂടെ കറിയായിട്ട് ഗ്രീൻ ഗ്രാം കറി 120 കാലറി, കുറച്ച് ക്യുക്കുംബർ സ്ലൈസസ് 20 കാലറി അടങ്ങിയിട്ടുള്ളതും, ഇതിൻ്റെ കൂടെ 2-3 ടേബിൾ സ്പൂൺ ലോ ഫാറ്റ് കേർഡ് 40 കാലറി അടങ്ങിയിട്ടുള്ളതുമാണ് എടുത്തിട്ടുള്ളത്. പ്രത്യേകിച്ചും പെറ്റീറ്റ് ഗ്രൂപ്പിന് പറ്റിയ ലൈറ്റ് ബാലൻസ്ഡ് ആൻഡ് ഫില്ലിംഗ് ലഞ്ച് കൂടിയാണിത്. ഇനി നമുക്ക് വളരെ ഹെൽത്തിയും പ്രോട്ടീൻ റിച്ചുമായിട്ടുള്ള ചെറുപയർ കറിയുടെ റെസിപ്പി ഒന്ന് കണ്ടു നോക്കാം. അതിനായിട്ട് കുക്കറിലേക്ക് 1 ടീസ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. കൂടെ തന്നെ 1 ടീസ്പൂൺ ചെറിയ ജീരകവും ഒരു മീഡിയം സൈസിലുള്ള ഒനിയൻ ചെറുതായി എരിഞ്ഞതുകൂടെ ചേർത്ത് കൊടുക്കാം. അല്പം ഫ്ലേവറിന് വേണ്ടി കുറച്ച് ജിഞ്ചർ ഗാർലിക് കൂടെ ചേർത്ത് കൊടുക്കാം. എരിവിനാവശ്യമായ 1 പച്ചമുളകും ഒരു മീഡിയം സൈസിലുള്ള ടൊമാറ്റോ കൂടെ ചേർത്ത് നന്നായി ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. മസാലയ്ക്ക് ആവശ്യമായ കുറച്ച് മഞ്ഞൾപ്പൊടി, കാശ്മീരി മുളക് പൊടിയും മല്ലിപ്പൊടിയും കുറച്ച് ചെറിയ ജീരകത്തിൻ്റെ പൊടിയൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനൊപ്പം 1/2 കപ്പ് ചെറുപയർ 4 മണിക്കൂറോളം സോക്ക് ചെയ്തെടുത്തിട്ടുള്ളതുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വേവാൻ ആവശ്യമായ 2 കപ്പ് വെള്ളവും 1 ടീസ്പൂൺ ഗരം മസാലയൂടെ ചേർത്ത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം.
കുക്കറിൽ മീഡിയം ഫ്ലെയിമിൽ ഒരു വിസിൽ വരുന്നിടം വരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇതാ നമ്മുടെ ചെറുപയറൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. കുറച്ചുകൂടെ ടേസ്റ്റിനായിട്ട് താളിപ്പിനായിട്ട് കുറച്ച് വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ലഞ്ചിനായിട്ട് ഇന്ന് നമ്മൾ ട്രൈ ചെയ്തത് ഒരു ബാലൻസ്ഡ് മീലാണ്. പോർഷൻ കൺട്രോൾ ചെയ്തും കാർബ്സ് കുറച്ച് പ്രോട്ടീൻ ഇൻടേക്ക് ഇൻക്രീസ് ചെയ്തും ഒരു സിമ്പിൾ ഹെൽത്തി പ്ലേറ്റ് കൂടിയായിരുന്നു. ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് 2 സ്മോൾ ചപ്പാത്തി, വെജ് കറി, ദാൽ കറി, മില്ലറ്റ്സ് ഒക്കെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാവുന്നതുമാണ്. ഇനി സ്നാക്കിലോട്ട് വരുമ്പോൾ ഗ്രീൻ ടീ, എ സ്മോൾ ഹാൻഡ്ഫുൾ മിക്സഡ് നട്ട്സ്, അറൗണ്ട് 20 ഗ്രാം 120 കാലറി അടങ്ങിയിട്ടുള്ളതും. ഇതിൻ്റെ ഓപ്ഷണലായിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഫ്രൂട്ട് എടുക്കാം. കൂടെ റോസ്റ്റഡ് മക്കാന, റോസ്റ്റഡ് കടലയൊക്കെ ട്രൈ ചെയ്യാവുന്നതുമാണ്. ഇനി ഡിന്നറിലേക്ക് വരുമ്പോൾ ഇന്നത്തെ നമ്മുടെ ഡിന്നർ പ്ലേറ്റ് പനീർ വെജിറ്റബിൾ സ്റ്റിർ ഫ്രൈ ആണ്. പനീർ 100 ഗ്രാം 260 കാലറി അടങ്ങിയിട്ടുള്ളത്. വെജിറ്റബിൾ കുറച്ച് ബീൻസ്, ക്യാരറ്റ്, ക്യാപ്സിക്കം, ഓനിയൻ, ടോട്ടൽ 50 കാലറി അടങ്ങിയിട്ടുള്ളതുമാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു പനീർ വെജിറ്റബിൾ സ്റ്റിർ ഫ്രൈ എങ്ങനെ തയ്യാറാക്കാമെന്ന് കണ്ടു നോക്കാം. ഇതാ ചൂടായി വന്ന പാനിലേക്ക് 1 ടീസ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. അല്പം ഫ്ലേവറിന് വേണ്ടി കുറച്ച് ഗാർലിക് ചോപ്പ് ചെയ്തതുകൂടെ ചേർത്ത് നന്നായി ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചും പോർഷൻ കൺട്രോൾ ചെയ്തും വെജിറ്റബിൾസ് ഒക്കെ എടുക്കാവുന്നതാണ്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു ഹാഫ് ക്യാരറ്റ്, ബീൻസ്, ക്യാപ്സിക്കം, ഓനിയനൊക്കെയാണ്. അല്പം മസാലയ്ക്ക് ആവശ്യമായ കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ചില്ലി ഫ്ലേക്സും ഒറിഗാനോടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പൂടെ ചേർത്ത് നന്നായി ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. കൂടെ തന്നെ 100 ഗ്രാംസ് ഓഫ് ലോ ഫാറ്റ് പനീറൂടെ ചേർത്ത് കൊടുക്കാം. അല്പം ടേസ്റ്റിനായിട്ട് കുറച്ച് സോയാ സോസൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷനിലാണ്, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഒരു 5 മിനിറ്റ് മിക്സ് ചെയ്ത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇതാ ഇത്രയേ ഉള്ളൂ. വളരെ ഹെൽത്തി ആയിട്ടുള്ള പനീർ വെജിറ്റബിൾ സ്റ്റിർ ഫ്രൈ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇത് പെറ്റീറ്റ് ഗ്രൂപ്പിന് പെർഫെക്റ്റ് ആയ ഹൈ പ്രോട്ടീൻ ലോ കാലറി ഡിന്നർ കൂടിയാണ്. ഒരു ക്വിക്ക്, ഈസി, ഹെൽത്തി, ടേസ്റ്റും ബെസ്റ്റാണ്. ഇനി നമ്മൾ ട്രൈ ചെയ്തത് പെറ്റീറ്റ് ഗ്രൂപ്പിന് പറ്റിയ ഫുൾ ഡേ ഹൈ പ്രോട്ടീൻ 1200 to 1300 കാലറി ഡയറ്റ് പ്ലാൻ ആണ്. ബ്രേക്ക്ഫാസ്റ്റ് 350 to 400 കാലറി, ലഞ്ച് 280 to 300 കാലറി, സ്നാക്ക് 120 to 130 കാലറിയും, ഡിന്നർ 310 കാലറി, ടോട്ടൽ 1200 to 1300 കാലറിയുമാണ്. ഈ ഡയറ്റ് ഫോളോ ചെയ്താൽ ഹെൽത്തി ആയിട്ട് വെയിറ്റ് ലോസ് ചെയ്യാനും എനർജി ഡ്രോപ്പ് ആകാതെ ബോഡി ടോൺഡായും സ്ലിം ആയിട്ടിരിക്കാനും പറ്റുന്നതുമാണ്. ഇത് പെറ്റീറ്റ് ഗ്രൂപ്പുകാർക്ക് മാത്രമല്ല, ബാലൻസ്ഡ് ഡയറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും ട്രൈ ചെയ്യാവുന്ന റെസിപ്പി കൂടിയാണ്. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യാൻ മറക്കല്ലേ. സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.